അന്തോണി അതെങ്ങനെയാ വെളിവില്ലാതെ പാതിരാത്രി വന്ന് കിടക്കണല്ലേ? ചക്ക എണീക്കാൻ എന്തോ ശാലത്തെ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത ചെക്ക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ പേര് വിളിക്കല്ലേന്ന്. നേരം വെളുത്താർന്നോ? നേരം വെളുത്തോന്ന്. ഞാൻ പാട്ടൂർബാനയ്ക്കും പോയി, കൊച്ചിനെ വേദപാഠത്തിനും വിട്ട് ഈ വീട്ടിലെ പണി മൊത്തം തീർത്തേച്ച് നിൽക്കണ നിപ്പ ഇത്. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുണി അവിടെ ഇവിടെയും വലിച്ചു വാരിയിടല്ലേന്ന്. ഒന്നും പറഞ്ഞാൽ കേക്കത്തില്ല. ചാച്ചൻ പോയോ? പേപ്പനെ ഞാൻ പള്ളി വെച്ച് കണ്ടായിരുന്നല്ലോ. കർത്താവേ, അതെന്തായാലും ഭാഗ്യമായി. പോയി പല്ല് കേക്കട ചക്ക. പാല് പല്ല് വെച്ചിട്ട് കുടിക്കാൻ പാടില്ല. കർത്താവേ, നീ ഡേറ്റ് എന്നതാന്ന് കണ്ടോ? ഇന്ന് 1-ാം തീയതി. നീ അതെനിക്ക് അടുത്ത് തരത്തില്ല അല്ലേ? ഇങ്ങനെ ടെൻഷൻ ആക്കല്ല ശാലത്തെ. നീ ഇത് കണ്ടോ? അത് ഞാൻ അറിയാതിരിക്കാൻ നീ വാങ്ങിച്ചെന്ന റോൾഡ് കൊണ്ടിട്ട് മൊത്തം ചൊറിഞ്ഞു കൂട്ടി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തോ ഇതാ വരുന്നു പേപ്പ. എന്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ ആദ്യ പടിയായിരുന്നു അത്. ഇത് പേപ്പർ വാങ്ങിയതാ? ഇത് റോണി, ഇത് റൂബി. ഇന്നു മുതൽ ഇവരാണ് എനിക്കൊരു കൂട്ട്. പോറ്റി വളർത്തിയാലേ നന്ദി കാണിക്കാൻ നായോളം വരില്ല ഒരു പുത്രനും. അല്ലോടാ മക്കളെ. എടിശാലത്തെ പാലിരിപ്പില്ലോടി. വയസ്സാങ്കാലത്തിന് പട്ടികളുടെ കടിയുള്ള ഇനി മുതലേ പാൽ ഇവർക്ക് കൊടുത്താൽ മതി. ഇവരാകുമ്പം പാലും കുടിച്ചേച്ച് എൻ്റെ നേരെ കുരക്കുകയല്ല. കുറച്ചല്ലോ കൊടുത്ത കാശ് മുതലേ കള്ളന്മാരെ കാണുമ്പോൾ കുരയ്ക്കുന്നു. ഫ്രാൻസിസേ, ആ പട്ടിക്ക് വിശന്നിട്ടായിരിക്കും അതെങ്ങനെ കുറയ്ക്കുന്നേ. അതിനൊന്നും കൊടുത്തില്ലേ? ദാ വരടാ, ചാടണ്ട കിടന്ന്. എന്നാ തിന്നെ. ഇനി ഇതിന് അപ്പിയിടാൻ മുട്ടിട്ടാണോ ആവോ? നീയൊന്ന് നോക്കിയേ. കൊടുത്തില്ലേ? കൊടുത്തായിരുന്നു. ചേട്ടത്തി ഞാൻ അയച്ചു. ആ